ആയിട്ട് നമുക്ക് ഈ ഒരു ബിഗോണിയ ചെടികളെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത് അതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഷെയ്ഡ് ലവിങ് ആണ് എന്ന് വെച്ച് നമ്മൾ നല്ലോണം തണലുള്ളൊരു ഏരിയയിൽ വെക്കാനും പാടില്ല. അത്യാവശ്യം ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ. അതായത് നമുക്ക് സൺഷെയ്ഡിൻ്റെ താഴെ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത്, അതുപോലെ ഷെയ്ഡ് നെറ്റൊക്കെ കെട്ടിയിട്ടാണെങ്കിൽ അത്യാവശ്യം ഒരു വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം വെക്കാൻ. നല്ലോണം ഉള്ളിലോട്ട് തീരെ വെളിച്ചം കിടക്കാത്ത രീതിയിൽ ഈ ചെടികളെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ കളറൊന്നും നമുക്ക് കിട്ടൂല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഒരു കളറൊക്കെ നല്ല രീതിയിൽ കയറി വരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വെളിച്ചം കിട്ടണം. എന്നാൽ നേരിട്ട് സൺലൈറ്റ് കിട്ടാനും പാടില്ല. അതുപോലെ തന്നെ മഴയൊക്കെ നേരിട്ട് കൊള്ളുന്ന സ്ഥലത്താണെങ്കിലും ഈ ചെടി ചീഞ്ഞു പോവും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. ഏത് ചെടിയാണെങ്കിലും നമ്മളത് കറക്റ്റ് വെക്കേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിന് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൂടുതലും സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളൊരു ഭാഗത്താണ്. പിന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുന്ന പ്ലാന്റൊക്കെ വേറെ ഷെയ്ഡഡ് ഏരിയയിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെടികൾ, ഈ ചെടിയുടെ ഇലയിൽ ഈ തണ്ടിലൊക്കെ നിറയെ വെള്ളമുള്ള ടൈപ്പ് ഒരു തണ്ടാണ് ഇതിൻ്റെ. അപ്പോൾ അങ്ങനത്തെ തണ്ടുകളായതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം കുറവ് മതിയാവും. നിങ്ങൾക്ക് അതറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതിന് വെള്ളം വളരെ കുറച്ച് തന്നെ മതി. അതുകൊണ്ട് തന്നെ നല്ല വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണാണ് ഈ ചെടിക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ മണ്ണിൽ നമ്മളിതിൽ നിറയ്ക്കുന്ന ആ മണ്ണിൽ കുറച്ച് മണൽ അധികമായിട്ട് ചേർക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ വേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു വേരുകളാണ്. അപ്പോൾ ആ വേരുകളാണെങ്കിൽ അത്ര അധികം ആഴ്ന്ന മണ്ണിലേക്ക് പോകുന്നൊരു ടൈപ്പ് വേരുകളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മണൽ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ മണലിലേക്ക് പെട്ടെന്ന് വേര് ഇറങ്ങാനായിട്ട് സഹായിക്കും. അത് ഒരു പാർട്ട് മണലും ഒരു കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവ് മണ്ണെടുക്കുക, മണൽ കൂടുതലായിട്ട് എടുക്കുക.